പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇക്കഴിഞ്ഞ മെയ് 27 കേരളത്തിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വിജയൻ്റെ തിരുവനന്തപുരത്തും കണ്ണൂരിലുമുള്ള വീടുകളിലും വിജയൻ്റെ മരുമകൻ്റെ കോഴിക്കോടുള്ള വീടുകളിലും നടന്ന മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട റെയ്ഡ് യഥാർത്ഥത്തിൽ വിജയന് ഊർജം നൽകുകയാണ് ചെയ്തത് എന്നുള്ള ഒരു വാദം ശക്തമായി ഇന്ന് നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ഏപ്രിൽ 9 നടന്ന തെരഞ്ഞെടുപ്പിൽ ഫലം വന്നപ്പോൾ അതിദയനീയമായിട്ടാണ് CPM തോറ്റത്. ഒരുപക്ഷെ കേരളത്തിൽ UDF ഉണ്ടായിട്ടില്ലാത്ത അത്ര പ്രൗഢോജ്വലമായിട്ടുള്ള വിജയമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞത്. 102 സീറ്റിൻ്റെ വിജയം. ഇതുവരെ കേരളത്തിൽ UDF ഇത്രയും വലിയൊരു നേട്ടം ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അത്രയും വലിയൊരു വിജയം UDF ഉണ്ടായതിൻ്റെ പ്രധാനപ്പെട്ട കാരണം CPMനെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നയിച്ച വിജയനോടുള്ള അറപ്പും വെറുപ്പും രോഷവും പ്രതിഷേധവുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത്രയും വലിയൊരു വിജയം UDFന് സമ്മാനിച്ചത് UDFൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടല്ല, മറിച്ച് CPM അണികളുടെ CPMനോടും പ്രത്യേകിച്ച് വിജയനോടുമുള്ള രോഷവും പ്രതിഷേധമായിരുന്നു എന്നുള്ളത് 100% അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഞാൻ തന്നെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്. UDFന് ഒരുപക്ഷെ 75-80 സീറ്റൊക്കെ കിട്ടുമായിരുന്നു. അത് 102ലേക്ക് പോകാൻ കാരണം CPMൻ്റെ അണികൾ വിജയനോടുള്ള പകയും രോഷവും പ്രതിഷേധവും വെറുപ്പും അറപ്പും തീർത്തതാണ് എന്നത് പല വീഡിയോകളിലും ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ആ പരാജയത്തെ തുടർന്ന് പാർട്ടി യോഗങ്ങളിലും പാർട്ടി കമ്മിറ്റികളിലുമൊക്കെ അതിഭീകരമായിട്ടുള്ള വിമർശനങ്ങളാണ് വിജയനെതിരെ ഉയർന്നു വന്നത്. ഇതിനെതിരെ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, കാരണം എൻ്റെ പ്രേക്ഷകർ ദിവസവും സാമൂഹ്യ മാധ്യമങ്ങളിൽ അത് കേട്ടിട്ടുള്ളതാണ്. വിജയനെതിരെയും ഗോവിന്ദനെതിരെയും ഒക്കെ ഇതുവരെ ഉണ്ടായിട്ടില്ലാത്ത തരത്തിൽ അതിഭീകരമായിട്ടുള്ള രോഷവും പ്രതിഷേധവും പാർട്ടിയുടെ കമ്മിറ്റികളിൽ ഇങ്ങനെ പതഞ്ഞ് പൊങ്ങുകയായി. വിജയനും ഗോവിന്ദനും ഒരിക്കലുമില്ലാത്ത നിലയിൽ പാർട്ടിയിൽ ഒറ്റപ്പെട്ട് നിൽക്കുകയായിരുന്നു. തുണിയുരിഞ്ഞ് വിവസ്ത്രരായി നിൽക്കുകയായിരുന്നു വിജയനും ഗോവിന്ദനുമൊക്കെ. ആ രോഷപ്രകടനവും പ്രതിഷേധ പ്രകടനവും ഒക്കെ എന്തായിരുന്നുള്ള ഉദാഹരണ സഹിതവും നിങ്ങളോട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സുഹൃത്തുക്കളെ, അങ്ങനെ വിവസ്ത്രനായി തുണിയുരിഞ്ഞ് വിജയൻ നിൽക്കുമ്പോൾ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് നടന്ന ഈ റെയ്ഡ് വിജയനൊരു ഊർജം നൽകുകയായിരുന്നു എന്നുള്ള ഒരു വാദം ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ സജീവമായിരുന്നു. അതായത് വിജയനെതിരെ രോഷവും പ്രതിഷേധവും അതിൻ്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോൾ മാസപ്പടി കേസിൽ വിജയനെതിരെ മകൾക്കെതിരെയും ഒരു അന്വേഷണവുമായി കേന്ദ്ര ഏജൻസി വന്നതോടുകൂടി വിജയനെതിരായിട്ടുള്ള രോഷത്തിൻ്റെ പ്രാധാന്യം കുറഞ്ഞുവെന്നും വിജയനെ എതിർത്തവർ പോലും കേന്ദ്ര ഏജൻസി വിജയനെയും മകളെയും വേട്ടയാടുകയാണ് എന്നുള്ള നിലയിലേക്ക് മാറിയെന്നും അത് വിജയന് ഗുണമായി വന്നു എന്നുമുള്ള വാദമുഖമാണ് ഇപ്പോൾ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നു. സുഹൃത്തുക്കളെ, ഇത് ശരിയാണോ? യഥാർത്ഥത്തിൽ മാസപ്പടി കേസിൽ വിജയൻ ശക്തനാവുകയാണോ ചെയ്തത്, അത് ദുർബലനാവുകയാണോ ചെയ്തത്? ഇതാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ പോകുന്നത്. വിജയനെതിരെ ED അന്വേഷണം വന്നത് എങ്ങനെയാണ്? മെയ് 26 ഹൈക്കോടതിയിൽ നിന്നൊരു ഉത്തരവ് വന്നു. ആ ഉത്തരവ് എന്താണ്? മാസപ്പടി കേസിൽ ED അന്വേഷണവുമായി EDക്ക് മുന്നോട്ട് പോകാം എന്ന ഒരു കോടതി വിധി വന്നതിൻ്റെ ചുവട് പിടിച്ചാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വിജയൻ്റെ വീട്ടിലും മറ്റുമൊക്കെ ആയിട്ട് റെയ്ഡ് നടത്തിയത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏകപക്ഷീയമായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വന്ന് റെയ്ഡ് നടത്തുക ആയിരുന്നില്ല. മറുഭാഗത്ത് ഒരു കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് അവർ വിജയൻ്റെയും വിജയൻ്റെ വീട്ടിലും തറവാട്ട് വീട്ടിലും വിജയൻ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലും മരുമകൻ്റെ വീട്ടിലുമൊക്കെ റെയ്ഡ് നടത്തിയത് എന്നത് വ്യക്തം. സുഹൃത്തുക്കളെ, ആ റെയ്ഡിലൂടെ വിജയൻ ശക്തനാവുകയാണോ ചെയ്തത്, അതോ ദുർബലനാവുകയാണോ ചെയ്തത്? എൻ്റെ അഭിപ്രായത്തിൽ ആ റെയ്ഡ്, അതിനുശേഷം നടന്ന സംഭവവികാസങ്ങൾ അതൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ആത്യന്തികമായി ഈ സംഭവം വിജയനെയും മകളെയും കൂടുതൽ ദുർബലപ്പെടുത്തുകയാണ് ചെയ്തത് എന്ന വാദമാണ് എനിക്ക് ഈ വീഡിയോയിൽ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം വിജയനെതിരെ കള്ളക്കേസുണ്ടാക്കി വിജയനെയും മകളെയും കുറുക്കാൻ കേന്ദ്ര ഏജൻസി ശ്രമിക്കുന്നു എന്ന വാദം
കാര്യകാരണ സഹിതം തെറ്റാണെന്ന് പൊതുമണ്ഡലത്തിൽ തെളിഞ്ഞു എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ പറയട്ടെ, ഇപ്പോൾ ലാവ്ലിൻ കേസിൻ്റെ കാര്യത്തിൽ വേണമെങ്കിൽ പിണറായി വിജയനെ വേട്ടയാടുകയാണ് എന്നൊരു വാദം വേണമെങ്കിൽ ഉന്നയിക്കുക. എന്താണ് കാരണം? സാങ്കേതികമായി പറഞ്ഞാൽ വിജയൻ ആ കേസിൽ ഇപ്പോൾ കുറ്റവിമുക്തനാണ്. വിജയനെ കുറ്റവിമുക്തനാക്കിയതിനെതിരായിട്ട് സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിട്ടുണ്ട് എന്നുള്ളതൊക്കെ വസ്തുതയാണ്. പക്ഷേ ഇപ്പോൾ നിലനിൽക്കുന്ന ഹൈക്കോടതി വിധി പ്രകാരം വിജയൻ ലാവ്ലിൻ കേസിൽ കുറ്റവിമുക്തനാണ്. അപ്പോൾ അതുകൊണ്ട് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ വിജയന് വേണമെങ്കിൽ വിജയനെ വേട്ടയാടുകയാണ് എന്ന് വേണേൽ പറയാൻ കഴിയും. ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, ഡോളർ കള്ളക്കടത്ത് കേസ്, അതിനെക്കുറിച്ചിട്ടൊക്കെയുള്ള ചർച്ചകൾ വരുമ്പോഴും വിജയന് തന്നെ വേട്ടയാടുകയാണെന്ന് പറയാൻ കഴിയും. കാരണം എന്താണ്? ആ കേസുകളിലെല്ലാം ഉള്ളത് ആരോപണങ്ങളാണ്. ആ ആരോപണങ്ങളൊന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല. ലാവ്ലിൻ കേസിൽ കുറ്റവിമുക്തനാണ്, സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും ഡോളർ കള്ളക്കടത്ത് കേസിലും കുറ്റാരോപിതൻ മാത്രമാണ്. എന്നാൽ സുഹൃത്തുക്കളെ, മാസപ്പടി കേസ് അങ്ങനെയാണോ? മാസപ്പടി കേസ് ഒരു കള്ളക്കേസാണോ? കള്ളക്കേസിൽ ED വിജയനെയും മകളെയും പീഡിപ്പിക്കാൻ വന്നതാണ് എന്നുള്ള ന്യായം നിലനിൽക്കുമോ സുഹൃത്തുക്കളെ? ഒരിക്കലും നിലനിൽക്കില്ല. ഇവിടെ CPMൻ്റെ അന്തംകമ്മികൾ പറയുന്നതാണ്, അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ ചെയ്തതുപോലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നേതാവിൻ്റെ കാര്യത്തിൽ ചെയ്തതുപോലെയാണ് വിജയനും മകൾക്കുമെതിരെ എന്ന് പറയുകയാണ് അവർ ചെയ്യുന്നത്. അത് ഒരു കാരണവശാലും ശരിയല്ല. അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? അയാളെ 4 മാസം ജയിലിലിട്ടു. എങ്കിലും അത് വെറും പുകമറ മാത്രമായിരുന്നുവെന്ന് ഹൈക്കോടതി തന്നെ സവിസ്തരം പറഞ്ഞിട്ടുള്ളൂ. അതിനകത്ത് ഒരു തെളിവും കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ മാസപ്പടി കേസ് അങ്ങനെയാണോ? മാസപ്പടി കേസിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത തെളിവുകളില്ലേ സുഹൃത്തുക്കളെ? മാസപ്പടി കേസ് ഉത്ഭവിക്കുന്നതിന് എങ്ങനെയാണ്? 2023 ആറാം മാസം ഇൻകം ടാക്സ് ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഒരു വിധിന്യായത്തിലല്ലേ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ആദ്യം പുറത്തു വരുന്നത്. ആ പുറത്തു വന്നത് തന്നെ വളരെ വ്യക്തമായിട്ടുള്ള തെളിവിൻ്റെ അടിസ്ഥാനത്തിലല്ലായിരുന്നു. കരിമണൽ കർത്താവിൻ്റെ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് എന്ന കമ്പനിയിൽ നിന്ന് 2017 മുതൽ 2019 വരെയുള്ള വർഷക്കാലം വിജയൻ്റെ മകൾ വീണ 1,72,00,000 രൂപയുടെ മാസപ്പടി വാങ്ങി എന്നുള്ള വാദം കാര്യകാരണ സഹിതം ഇൻകം ടാക്സ് ഇൻറ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ് അവരുടെ വിധിന്യായത്തിൽ പറയുകയല്ലേ ചെയ്തത്. അത് കൃത്യമായിട്ടുള്ള കണ്ടെത്തലല്ലായിരുന്നു. അതിനെ തുടർന്ന് നടന്ന സംഭവവികാസങ്ങൾ എന്താ? അതിനെ തുടർന്ന് അന്വേഷണം പ്രഖ്യാപിച്ചു. ആ അന്വേഷണം പ്രഖ്യാപിച്ച ഉടനെ തന്നെ വിജയൻ്റെ മകൾ അത് അന്വേഷണം തടയാൻ വേണ്ടിയിട്ട് പല കോടതികളിലും പോയി, നടന്നില്ല. അവസാനം ഡൽഹി ഹൈക്കോടതിയിൽ പോയി അത് തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ SFIO അന്വേഷണം നടത്തി. ആ അന്വേഷണം നടത്തി അവർ റിപ്പോർട്ട് കൊണ്ടുവന്നു. കമ്പനി അഫയേഴ്സ് മിനിസ്ട്രിക്ക് അവർ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൽ വീണ ഈ അഴിമതി ഇടപാട് CMRലുമായി ബന്ധപ്പെട്ട് നടത്തിയെന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിലുള്ള തെളിവ് ആ റിപ്പോർട്ടിലില്ലേ സുഹൃത്തുക്കളെ? കൃത്യമായിട്ടുള്ള തെളിവുകളില്ലേ? വീണയുടെ മൊഴി, ഞാൻ കഴിഞ്ഞ ദിവസം വീണയുടെ മൊഴി തന്നെ പുറത്തു കൊണ്ടുവന്നു. ആ മൊഴിയിൽ വീണ നടത്തിയിട്ടുള്ള തെറ്റായ കാര്യങ്ങൾ മുഴുവൻ അവർ സമ്മതിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്. അവരൊരു സേവനവും CMRലിന് കൊടുത്തില്ല എന്ന് അവർ പച്ചയ്ക്ക് സമ്മതിച്ചില്ലേ? അവരുടെ കയ്യിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു രേഖയുമില്ല എന്നവർ പച്ചയ്ക്ക് സമ്മതിച്ചില്ലേ? അതുമായി ബന്ധപ്പെട്ട് അവരൊരു ഇമെയിലും CMRലിന് അയച്ചിട്ടില്ല എന്നവർ പച്ചയ്ക്ക് സമ്മതിച്ചില്ലേ? അവരൊരു റിപ്പോർട്ടും CMRലിന് കൊടുത്തിട്ടില്ല എന്നവർ സമ്മതിച്ചിട്ടില്ലേ? അവരുടെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഡോക്യുമെൻ്റ് പോലുമില്ല എന്ന് SFIOയോട് അവർ സമ്മതിച്ചതായിട്ട് ആ റിപ്പോർട്ടിലുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം പുറത്തു കൊണ്ടുവന്നില്ലേ? അപ്പോൾ CMRലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജയൻ്റെ മകൾ വീണ നടത്തിയിട്ടുള്ള ഫ്രോഡുലൻ്റ് ആയിട്ടുള്ള 2.78 കോടി രൂപയുടെ ഇടപാടിൽ അടിമുടി ക്രമക്കേടുകളാണ്, ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ ക്രമക്കേടുകളാണ് എന്നുള്ളത് കൃത്യമായി പുറത്തു വന്നിരിക്കുകയല്ലേ. അതിനെ തുടർന്ന് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി 7 കൊടുത്തിട്ടുള്ള കുറ്റപത്രത്തിൽ ഇക്കാര്യങ്ങൾ അടിവരയിട്ട് പറഞ്ഞിരിക്കുകയല്ലേ, എണ്ണി പറഞ്ഞിരിക്കുകയല്ലേ. അതിൻ്റെ അടിസ്ഥാനത്തിൽ CMRലിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്ത, ഈ വിജയൻ്റെ മകൾ വീണ, എക്സാലോജിക് എന്ന് പറഞ്ഞൊരു കമ്പനി, എംപവർ ഇന്ത്യ എന്ന് പറഞ്ഞൊരു കമ്പനി, അവരൊക്കെ പ്രതികളല്ലേ. അപ്പോൾ അവർ ചെയ്ത കുറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ 2003 മുതലെ കമ്പനി ആക്ടിലെ സെക്ഷൻ 447 പ്രകാരം 10 വർഷം തടവിന് ശിക്ഷാർഹരാണ് എന്ന് ആ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുകയല്ലേ. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് എന്താ? ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ വിഷയം വരുമ്പോൾ
വിജയൻ ശക്തിപ്പെട്ടു എന്നല്ല, വിജയൻ ദുർബലപ്പെട്ടു എന്നല്ലേ? കാരണം വിജയൻ്റെ മകൾക്കെതിരെ കൃത്യമായിട്ടുള്ള തെളിവില്ലേ സുഹൃത്തുക്കളെ? അപ്പം അതുകൊണ്ട് ഇത് പിണറായി വിജയൻ ഒരു കവചമായി എന്നും വിജയൻ ശക്തനായി എന്നുള്ള വാദം പൂർണ്ണമായും തെറ്റല്ലേ? ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നു, വിജയൻ്റെ പാണ്ഡ്യാലമുക്കിലുള്ള തൈക്കണ്ടി വീട്ടിൽ റെയ്ഡ് നടന്നു, വിജയൻ്റെ മരുമകൻ്റെ വീട്ടിൽ റെയ്ഡ് നടന്നു. സുസംഘടിതമായി എന്ത് പ്രതിഷേധ പ്രകടനമാണ് സുഹൃത്തുക്കളെ കേരളത്തിൽ ഒട്ടാകെ നടന്നിട്ടുള്ളത് നമ്മളൊന്ന് ആലോചിക്കും. ഞാൻ അറിഞ്ഞത് ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട 10-12 സ്ഥലങ്ങളിൽ എന്തോ പ്രകടനം നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതല്ലാതെ എന്ത് പ്രകടനമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നിട്ടുള്ളത്? അതിന് പകരം എന്താ സംഭവിച്ചത്? വിജയൻ്റെയും മകളുടെ വീട്ടിൽ റെയ്ഡ് നടന്ന് ഇറങ്ങിയ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാരെ അതിഭീകരമായി ഗുണ്ടകൾ ആക്രമിക്കുകയല്ലേ ചെയ്തത്. അപ്പോൾ ആക്രമണവും കൂടി നടന്നതോടുകൂടി വിജയനെതിരായിട്ടുള്ള ഈ അന്വേഷണം അട്ടിമറിക്കാൻ ഏത് ഘട്ടം വരെയും പോകാൻ CPM തയ്യാറാണ് എന്നൊരു തോന്നലല്ലേ പാർട്ടി അണികൾക്കും പാർട്ടി അഭ്യുദയകാംക്ഷികൾക്കും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ റെയ്ഡുകളൊക്കെ നടന്നിട്ടും അതിനെതിരായി ഒരു പ്രതിഷേധവും കേരളത്തിൽ ഒരു സ്ഥലത്തും ഉണ്ടായില്ല എന്നതല്ലേ വ്യക്തം. അപ്പോൾ അതിൽ നിന്നുള്ള നമുക്ക് മനസ്സിലാവുന്നത് എന്താ? ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് റെയ്ഡും അതിനുശേഷം നടന്ന അനിഷ്ട സംഭവങ്ങളും വിജയനെ ശക്തിപ്പെടുത്തുകയല്ല ചെയ്തത്, പരമ ദുർബലനാക്കുകയാണ് ചെയ്തത് എന്നാണ്.